അവർ വിചാരിക്കുന്നത് പോലെ കേസെടുക്കാനും ആളുകളെ ജയിലിലിടാൻ പറ്റും. 30 ദിവസം ജയിലിലിടാൻ പറ്റുന്ന അത്ര എളുപ്പത്തിലുള്ള സംവിധാനങ്ങളാണ് ഇന്ന് ഈ രാജ്യത്തുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ പോലും, ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പല കോടതികൾ പോലും നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും ശാഖയിലെ ചാണകം മെഴുക്കുകാരായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത് പ്രതിപക്ഷ ചേരിയിലുള്ള ആളുകളെ രാഷ്ട്രീയമായിട്ട് അതിക്രമിക്കാൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ, പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്താൻ. ജിൻഡോ ജോൺ, മുമ്പ് പല നിയമനിർമ്മാണങ്ങളും നമ്മുടെ സഭ കണ്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടിനിടെ ഇത്രയും നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായ ഒരു പാർലമെന്റ് ദിവസമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. തെലങ്കാന വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ പെപ്പർ സ്പ്രേ പ്രയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ നടന്നിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ ആഭ്യന്തരമന്ത്രി ഈ ബില്ല് അവതരിപ്പിക്കാൻ എഴുന്നേൽക്കുമ്പോഴേക്ക് തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ വെല്ലിലേക്ക് കുതിക്കുന്നു. കെ സി വേണുഗോപാൽ അതിരൂക്ഷമായൊരു പ്രസംഗം നടത്തുന്നു. അദ്ദേഹം ഈ ബില്ല് കീറി സഭാതലത്തിലേക്ക് എറിയുന്നു. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ബില്ല് കീറി അമിത്ഷായെ എറിയുന്നു. കല്ല് കൂടി എറിഞ്ഞു എന്ന് BJP ആരോപിക്കുന്നു. അമിത്ഷായുടെ മൈക്കിന്റെ അടുത്ത് വരെ എത്തുന്നു. സഭ അഡ്ജേൺ ചെയ്യുന്നു. 3 മണിക്ക് വീണ്ടും ചേരുമ്പോൾ 1-ാം നിരയിൽ നിന്ന് 3-ാം നിരയിൽ അമിത്ഷാ നിൽക്കുന്നു. അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് BJP അംഗങ്ങൾ നിൽക്കുന്നു. അതിനുശേഷം മാത്രം ബില്ല് അവതരണം നടക്കുന്നു. കയ്യാങ്കളി ഉണ്ടാവുന്നു. MP മാർക്ക് പരുക്കേൽക്കുന്നു. അത്യന്തം നാടകീയമാണ്. ഈ ബില്ലിനെ എന്തിനാണ് ഇങ്ങനെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിപക്ഷം എതിർക്കുന്നത്? അഭിലാഷേ, ഇതിൽ ഒറ്റ കാര്യമുള്ളൂ. കഴിഞ്ഞ 7-ാം തീയതി രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദത്തിന് തിരികൊളുത്തി വിട്ടു. അതിപ്പോൾ തീജ്വാലയായിട്ട് ഇന്ത്യയിലെമ്പാടും ആളിപ്പടരുകയാണ്, പ്രത്യേകിച്ച് ബീഹാറിലടക്കം. ഈ മുൻപുള്ള രാഷ്ട്രീയ പ്രതിരോധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങളിലൊക്കെ അണിനിരക്കുന്നവരിലേറെയും ചെറുപ്പക്കാരാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് BJPയുടെ അടിവേരിളക്കാൻ പോകുന്നതാണ് ഈ മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിലൂടെയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ 11ാമത്തെ വർഷവും ഭരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ രാജ്യത്തെ യുവാക്കൾക്കുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് BJP ഇപ്പോൾ തിടുക്കപ്പെട്ട് പ്രൊസീജിയേഴ്സ് ഒന്നും പാലിക്കാതെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് എന്ത് തന്നെയായാലും ഇത് പാസ്സാക്കാൻ സാധ്യതയില്ല. 3-2 ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലോ ലോക്സഭയിലോ രാജ്യസഭയിലോ പാസ്സാക്കാൻ സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും പാസ്സാക്കാനുള്ള ഉദ്ദേശത്തിലോ അല്ല ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. പകരം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വോട്ടധികാർ യാത്രയുമായി ബന്ധപ്പെട്ട ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇപ്പം താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനിടയിൽ ഒരു വാചകം പറഞ്ഞു. പലവട്ടം ബില്ല് അവതരിപ്പിക്കാൻ നോക്കുകയും പ്രതിപക്ഷത്തിന്റെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധം നേരിടുകയും തുടർന്ന് വീണ്ടും പാർലമെന്റ് യോഗം ചേരുകയും അതിനിടയിൽ 1-ാം നിരയിൽ നിന്ന് 3-ാം നിരയിലേക്ക് അമിത്ഷാ മാറി നിൽക്കുകയും BJPയുടെ MP-മാരുടെയും മന്ത്രി അംഗങ്ങളുടെയും കവചത്തിനുള്ളിൽ നിന്നുകൊണ്ട് ബില്ല് വായിക്കേണ്ടി വന്നു എന്ന്. എന്തുകൊണ്ട് അമിത്ഷായ്ക്ക് 1-ാം നിരയിൽ നിന്ന് 3-ാം നിരയിലേക്ക് മാറേണ്ടി വന്നതെന്നറിയോ? ഇന്ത്യ മുന്നണി 240 സീറ്റുമായിട്ട് 2024 തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിലേക്ക് അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നടന്നു വന്നു. നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഭരണഘടനയുടെ മുമ്പിൽ ശിരസ് കുനിച്ചു. അതുകൊണ്ടാണ് അമിത്ഷായ്ക്ക് 3-ാം നിരയിലേക്ക് മാറേണ്ടി വന്നത്. കോൺഗ്രസ് 100 സീറ്റോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നഖശികാന്തം BJP സർക്കാരിന്റെ ഓരോ നയപരിപാടികളെയും കീറിയെറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ പേടിച്ചിട്ടാണ് ഇവിടെ ഈ ബില്ല് തന്നെ ഇതൊരിക്കലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതല്ല എന്ന് പറയാൻ കാരണം ഇത് പാസ്സാക്കാൻ ഒരു സാധ്യതയുമില്ല. 2, ഇത് പാസ്സാക്കിയാൽ തന്നെ ഇത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റിനെയോ മറ്റാരെയും ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും BJPയെ എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും അവർക്കെതിരായിട്ടുള്ള ഒരു കുന്തമുന മാത്രമാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഹേമന്ത് സോറനും കേജ്രിവാളും ഒക്കെ ജയിലിൽ കിടന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ P. ചിദംബരം ജയിലിൽ കിടന്ന സാഹചര്യമുണ്ട്. ഇവരൊക്കെ BJPയുമായിട്ട് സന്ധി ചെയ്യാത്തത് കൊണ്ട്, അവരുടെ മുമ്പിൽ മുട്ടിലഴയാത്തത് കൊണ്ട് അവർ ജയിലിൽ കിടക്കുകയും അതേസമയം തന്നെ പ്രഫുൽ പട്ടേലിനെ പോലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് സന്ധി ചെയ്തതുകൊണ്ട് അപ്പുറത്ത് പോവുകയും പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയും വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രാക്ടീസിന് കുറെ കൂടി ആക്കം നൽകാൻ വേണ്ടി മാത്രമുള്ള ഒരു ബില്ലാണ് ഈ 130-ാം ഭരണഘടനാ ഭേദഗതി. പാസ്സാകില്ല എന്ന് മാത്രമല്ല, പാസ്സായാൽ ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു സംവിധാനമായിട്ട്. നേരത്തെ ശ്രീ ജിൻഡോ ജോൺ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ട് ചോരി വിവാദം വലിയ തോതിൽ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾ ആ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈവൻ കോൺഗ്രസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് BJPയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് വരുന്നത് പോലും കണ്ടു. ഈ സമീപ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വോട്ട് ചോരി എന്ന രാഹുൽ ഗാന്ധിയുടെ ആ സ്ലോഗൻ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് എന്ന പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. ഞാനൊരു ചെറിയ ചരിത്രം പറയാം. 2013 സുപ്രീം കോടതിയുടെ ഒരു വലിയ ഉത്തരവുണ്ടായത് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ ഒരു
കേസിൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ ജനപ്രതിനിധികൾ അയോഗ്യരാവും എന്ന് കോടതി ഉത്തരവ് വന്നപ്പോൾ ആ ഉത്തരവിനെ മറികടക്കാൻ അന്നത്തെ UPA സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയും ആ ഓർഡിനൻസിനെ രാഹുൽ ഗാന്ധി എതിർക്കുകയും പരസ്യമായി കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്ന രാഹുൽ ഗാന്ധി ആ ഓർഡിനൻസ് കീറിയെറിയുകയും ഒക്കെ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. അത് വലിയ അവമതിപ്പുണ്ടാക്കി, പ്രത്യേകിച്ച് ഈ യുവ സമൂഹത്തിനിടയിലൊക്കെ. ആ ഓർഡിനൻസ് കൊണ്ടുവന്നത് തന്നെ ഈ കള്ളന്മാരായ അല്ലെങ്കിൽ കുഴപ്പക്കാരായ നേതാക്കളെ രക്ഷിക്കാനാണ് എന്ന മട്ടിലൊക്കെയുള്ള ചർച്ചകളും മറ്റുമൊക്കെ വന്നു. അപ്പോൾ ഈ വോട്ട് ചോരിയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന യുവാക്കൾ ഇപ്പോൾ ഈ പാസ്സാവാൻ സാധ്യതയില്ലാത്ത ഈ നിയമനിർമ്മാണത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ അവരുടെ സമീപനം എന്തായിരിക്കും? ഈ കുഴപ്പക്കാരായ അല്ലെങ്കിൽ അഴിമതിയോ മറ്റു കുറ്റകൃത്യങ്ങളോ ചെയ്ത നേതാക്കളെ രക്ഷിക്കാനാണോ നിങ്ങൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്ന ചർച്ച സ്വാഭാവികമായി വരില്ലേ? അത് നിങ്ങൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ? അല്ല, ഞാനും ചോദിക്കട്ടെ അഭിലാഷേ, ഈ രാഹുൽ ഗാന്ധി ആണല്ലോ അന്ന് UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു ഭേദഗതി ബില്ലിനെ കീറിയെറിയുകയും അതിനെതിരെ പരസ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയത്. അതേ രാഹുൽ ഗാന്ധി തന്നെ ഇന്ന് BJP സർക്കാർ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഒരു ഫെഡറൽ സിസ്റ്റത്തിന് പോലും വലിയ അടിത്തറ ഇളക്കുന്ന രീതിയിലുള്ള ഒരു ബില്ല് വരുമ്പോൾ അതിനെ എതിർക്കുന്നതിന് കൃത്യമായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുന്ന പോലെയല്ല നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ബജറംഗ് ദളുകാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത 2 കന്യാസ്ത്രീമാർ 9 ദിവസം കൽത്തുറങ്കിൽ കിടന്നത് എന്തിന്റെ പേരില? 100 കണക്കിന് മാധ്യമ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ വേട്ടയാടപ്പെട്ട് ജയിലിൽ കിടന്നത് എന്തിന്റെ പേരില? അവരൊക്കെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരില. 5ഉം 8ഉം 10ഉം വർഷക്കാലം ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ UAPA ചാർത്തപ്പെട്ട് PMLA ചാർത്തപ്പെട്ടൊക്കെ ജയിലിൽ കിടന്ന മനുഷ്യരെ അവർ കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ് കോടതി പുറത്തേക്ക് വിടുമ്പോൾ അവരുടെ നഷ്ടപ്പെട്ട വർഷത്തിനും ദിവസത്തിനും ആരും ഉത്തരവാദിത്തം പറയും? അപ്പൊ ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക്, നരേന്ദ്രമോദിയുടെ തിട്ടൂരത്തിനനുസരിച്ച് മുട്ടിലഴയുന്ന ED അടക്കമുള്ള ഏജൻസികൾക്ക് അവർ വിചാരിക്കുന്നത് പോലെ കേസെടുക്കാനും ആളുകളെ ജയിലിലിടാൻ പറ്റും. 30 ദിവസം ജയിലിലിടാൻ പറ്റുന്ന അത്ര എളുപ്പത്തിലുള്ള സംവിധാനങ്ങളാണ് ഇന്ന് ഈ രാജ്യത്തുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ പോലും, ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പല കോടതികൾ പോലും നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും ശാഖയിലെ ചാണകം മെഴുക്കുകാരായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത് പ്രതിപക്ഷ ചേരിയിലുള്ള ആളുകളെ രാഷ്ട്രീയമായിട്ട് അതിക്രമിക്കാൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ, പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്താൻ, എതിർ ശബ്ദങ്ങളെ, ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത്. ഇവിടെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ PM കെയർ ഫണ്ട്, ഓഡിറ്റിംഗ് പോലും ഇല്ലാത്ത പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ടിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? ഇലക്ട്രൽ ബോണ്ടിൽ BJPക്ക് കിട്ടിയ പണമടക്കം ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ പണം കൂടി പരിശോധിച്ചോട്ടെ, എങ്ങനെ കിട്ടി എന്ന് പരിശോധിക്കണ്ടേ? ED പേടിപ്പിക്കുമ്പോ, കേന്ദ്ര സർക്കാരിന്റെ KD ആയിട്ടുള്ള EDയെ വിട്ട് പേടിപ്പിക്കുമ്പോ BJPയുടെ അക്കൗണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വന്നു ചേരുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? ഈ രാജ്യത്ത് പട്ടാളക്കാരുടെ ശവപ്പെട്ടിയിൽ പോലും കുംഭകോണം നടത്തിയിട്ടുള്ള BJPയാണ് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത്. ഈ രാജ്യത്തിന്റെ നെടുകയിൽ നടു റോട്ടിൽ പട്ടാളക്കാർ ചിന്നി ചിതറിയതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? നിരവധി കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ജനങ്ങൾ അതിനെ ചൊല്ലിയുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന BJPയുടെ കുൽസിത ശ്രമമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നടപ്പാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ വഖഫ് അമെൻഡ്മെന്റ് ബില്ലിന്റെ ചട്ടങ്ങളുമായിട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ വരുമെന്ന് പറഞ്ഞ കിരൺ റിജുവിനെ നമ്മൾ കണ്ടില്ലല്ലോ. ഇന്ന് പ്രതിപക്ഷ നേതാക്കന്മാരെ ഉന്താനും തള്ളാനും വന്ന കിരൺ റിജു ഇവിടുന്ന് പോയിട്ട് എത്ര മാസമായി? അപ്പൊ ഇതൊന്നും നടപ്പാക്കാനുള്ളതല്ല. ഇതൊക്കെ ആളുകളെ ഭിന്നിപ്പിക്കാനും ഭയപ്പെടുത്താനും വേണ്ടി മാത്രമുള്ളതാണ്.